വീട്ടിലൊരു ഊഞ്ഞാൽ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ വീട് പണി കഴിഞ്ഞ സമയത്ത് ഒരു മാക്രോമിയുടെ ഊഞ്ഞാല് മോളിലത്തെ നിലയില് തൂക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. അവിടേക്ക് കേറാനുള്ള മടി കാരണം കൊണ്ട് ഊഞ്ഞാലിൽ ആടാനുള്ള ആഗ്രഹം ഞാനങ്ങട് മാറ്റി വെച്ചായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഇരിഞ്ഞാലക്കുട ഊരക റൂട്ടിലൊന്ന് സഞ്ചരിച്ചപ്പോഴാണ് ഈ കാണുന്ന നമ്മുടെ ഊഞ്ഞാല് കട ഞാൻ കണ്ടുപിടിച്ചത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവിടെന്ന് ഞാൻ ഒരുത്തനെ തൂക്കിയിട്ടുണ്ട് ട്ടോ. പക്ഷേ ഈ തൂക്കിയ സാധനം വീടുമ്മ തൂക്കാനായിട്ട് ഒരാളെ കിട്ടണ്ട എൻ്റെ മക്കളെ. മെതിയടിച്ചിട്ട് നടക്കണം മെതിയടി. ഈ കാണുന്ന ചൂരലൂഞ്ഞാലായിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇവനൊന്ന് വീടുമ്പോൾ തൂക്കാൻ പറ്റിയത്. അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ വാഴത്തോപ്പിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കാലുകൊണ്ടൊക്കെ ഇട്ട് തത്തി കളിക്കുമ്പോൾ ഒരു ബാല്യകാലം ചെറുതായിട്ട് സ്മരണയിൽ വരുന്നില്ലേ? അവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ആലുണ്ട് കേട്ടോ. അതും എപ്പോഴും ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ഇങ്ങനെ തത്തി തത്തി കളിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ മൈലാഞ്ചി കുന്നിന്മേലെ വെയിൽ കായം മാടത്തത്തെ ആ പാട്ട് ഓർമ്മ വെച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭാഗ്യൻ അവിടെ ഓരോരോ കുലകളായി വെട്ടിയെരിയുന്നു മക്കളെ. കണ്ടോ ഈ കുലകൾ ഓരോന്ന് ഇതുപോലെ വെട്ടിയെടുക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. വാഴമെന്ന് നല്ല ആരോഗ്യം വേണ്ട പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ താഴെ പോവാണ്ട് പിടിക്കും വേണം, അതോടൊപ്പം തന്നെ നമ്മൾ സൈമൾട്ടേനിയസ്ലി വെട്ടും വേണം പിടിക്കും വേണം. ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ദാഹിച്ചു. അപ്പോൾ എനിക്ക് നാളികേരം വെള്ളം തന്നല്ലോ ഭാഗ്യൻ. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇവൻ അട്ടത്ത് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ മാക്സിയേട്ടൻ വരേണ്ടി വന്നു ഇവനൊന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ബാക്കി പരിപാടി തുടങ്ങിയാലോ. നമ്മുടെ ഇവിടെ കോടാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെയാണ് ഭാഗ്യൻ ആദ്യം കച്ചവടമൊക്കെ ചെയ്തിരുന്നത്. അവിടുത്തെ കൂട്ടുകാരനാണ് നമ്മുടെ മാക്സിയേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി വലിയൊരു സംഭവമാണ് കേട്ടോ. ഒരു പാവം സ്വാദുമായ ഒരു മനുഷ്യൻ. അങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ലാസ്റ്റ് കയറൊക്കെ ആയിട്ട് ഭാഗ്യം വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഊഞ്ഞാല് തൂക്കാൻ വേണ്ടിയിട്ട്. ഊഞ്ഞാല് നമുക്ക് ഇവിടെ കെട്ടി ഇങ്ങനെ ആടി നോക്കാം. നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു എറയുണ്ട്, വരാന്ത എന്നൊക്കെ പറയില്ലേ. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് അതിമനോഹരമായ കാട് കാണാം. അതിഗംഭീരമായ ഒരു കാട്. ആ കാടിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പറന്നുയരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കാത്തൊരു ആഗ്രഹമാണ്. എങ്കിലും ഇങ്ങനെ ആടിക്കൊണ്ട് അതിന്റെ അപ്പുറത്ത് എന്താന്ന് ചിന്തിക്കാലോ. സമയം കിട്ടുമ്പോഴൊക്കെ ഈ കാട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് ആടണം.